Praise the Lord. Hallelujah. Oh Jesus, hallelujah. ഇന്ന് രാത്രിയിലും സന്തോഷമുള്ളവർ ആ കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകി. പകലിന്റെ മണിക്കൂറുകൾ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം താങ്ങായി തണലായി കൂടിയിരുന്നു. നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ ദൈവകൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി, ദൈവത്തിന്റെ കരുണയ്ക്കായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഭാരങ്ങളുടെയും വേദനകളുടെയും കഷ്ടതയുടെയും പ്രതികൂലത്തിന്റെ നടുവിൽ ഹല്ലേലൂയ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലങ്കരത്തിൽ ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് പകലിലും അത്ഭുതകരമായി അതിശയകരമായി നാം ചോദിച്ചതിലും നനച്ചതിലും ആത്യന്തപരമായി അതെ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം ഹല്ലേലൂയ ഇന്ന് പകലിലും നാം ആയിരുന്നെടുത്ത് അനുഭവിച്ചറിയുവാൻ ഹല്ലേലൂയ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ കൃപ ലഭിച്ചവർ അതരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയുടെ 38ാമത്തെ രാത്രിയിൽ അവൻ കൃപയാൽ അവൻ ആയിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൻ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ദിനംതോറുമുള്ള അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ സ്നേഹതീരം പ്രയർ ഫാമിലിയിലൂടെ ആമേൻ ഒന്നിച്ചിങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് ഒരുക്കുന്ന എല്ലാ മുഖാന്തരങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകലിലും കർത്താവ് വിവിധ ഇടങ്ങളിലായിരുന്ന ദൈവമക്കളെ അതിശയകരമായി അത്ഭുതകരമായി നടത്തിയല്ലോ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങി വാഴ്ത്തുന്നു, ഞങ്ങളങ്ങി സ്തുതിക്കുന്നു. ഭാരങ്ങളും വേദനകളും നിരാശകളും ആകുലതകളും നിറഞ്ഞതായ ലോകത്ത് ഭയപ്പെടാതെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഉയരത്തിൽ അഭിഷേകത്താൽ നിറച്ച് അവിടുത്തെ വചനത്താൽ ശക്തീകരിച്ച് അത്ഭുതകരമായി നടത്തുന്ന വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ ഞങ്ങളെങ്കിൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി കർത്താവേ, ഞങ്ങൾ കുടുംബമായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ഞങ്ങളോടൊപ്പം ഈ സമയം കർത്താവ് ഈ ലൈവിലൂടെ ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ, ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കടന്നു വരുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിച്ചാൽ. ആരെങ്കിലും രോഗികളായി, ദുഃഖിതരായി, ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറച്ചാട്ട്. ഹല്ലേലൂയ. ഓ റബ ശംഭരാന ഹസ്യ റബലവ ശംഭ പ്രൗഢവലഗ ഓ റശത്തെ രേഖേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ കർത്താവേ, ഇന്ന് രാത്രി ആമേൻ ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആരെങ്കിലും ഹല്ലേലൂയ ഓ ഞങ്ങളോടൊപ്പം അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ ആരാധിപ്പാൻ കടന്നു വരുന്നുവെങ്കിൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഇന്ന് രാത്രി വ്യക്തി ജീവിതങ്ങളെ അവിടെ നിറയ്ക്കുമാറാകണമേ. അതിവേഗം സഞ്ചരിക്കുന്ന ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രിയിൽ തളർന്നിരിക്കുന്നവരെ ശക്തീകരിക്കുവാൻ ഉതകുന്നതാകയാൽ കർത്താവേ, ഇന്ന് രാത്രി ചില രോഗികൾ സൗഖ്യമാകുവാൻ, പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റങ്ങൾ മടങ്ങി വരുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെ വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രി അങ്ങ് പകർന്ന് ജയത്തോടെ ജീവിക്കുവാൻ കർത്താവ് ഇടയാക്കണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെ പ്രഘോഷിപ്പാൻ അടിയനെ ശക്തീകരിച്ചാട്ട്, വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്. ആദ്യോടന്ത പരിശുദ്ധാത്മാവാൻ ദൈവം കൂടെ ഇരിക്കണം. പാടുവാൻ കൃപ നൽകി. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ ആമേൻ നഷ്ടപ്പെട്ട വേദനയുമായി ഹല്ലേലൂയ പലരുടെയും പ്രതീക്ഷകൾ ആമേൻ അതെ സാക്ഷാത്കരിക്കപ്പെടാതെ, അത് പൂർത്തീകരിക്കപ്പെടാതെ ആമേൻ അതെ പാതി വഴിയിൽ അത് നിലച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ പലരുടെയും പ്രത്യാശയ്ക്ക് ഭംഗം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ
പ്രത്യാശ ആമേൻ പൂർത്തീകരിക്കുവാൻ അനുവദിക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രിയിലും അവന്റെ വചനം ആമേൻ ശക്തിയോടെ ആമേൻ അതെ നമുക്ക് നൽകുവാൻ അതെ ശക്തനായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് ഇന്ന് രാത്രി ലൈവിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനം ചൊല്ലുകയാണ്. ഇന്ന് രാത്രിയിലും ആമേൻ ഈ ലൈവിലൂടെ കർത്താവിന്റെ വചനം പ്രഘോഷിക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയിരിക്കുന്ന സർവകൃപാലുവായ കർത്താവിന് സകല മഹത്വവും മാനവും പുകഴ്ച അർപ്പിച്ചുകൊണ്ട് ചേർന്ന് പാടി നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, അവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ, ഓ എന്നെ കൈവിടാത്തവൻ, ഇന്ന് രാത്രി കൈവിടാത്തൊരു നല്ല നാഥൻ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ചേർത്ത് പാടി ഓ ആരാധിക്കാൻ തയ്യാറായിക്കോ. ആമേൻ. കരുതുന്നവൻ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഭാരങ്ങൾ വഹിക്കുന്നവർ കൈവിടാതെ ഓ കൈപിടിച്ചു നടത്തുവാൻ ശക്തരായവർ അഭിമുഖീകരിക്കുന്ന പ്രതികൂലത്തിന്റെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും പരീക്ഷയുടെ നടുവിലും കരം പിടിച്ചു നടത്തുവാൻ ശക്തരായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ചേർന്ന് പാടി കരങ്ങളടിച്ച് ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചു. എന്റെ നന്മയ്ക്കായം അറിയുന്നു ഞാൻ, ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായം അറിയുന്നു ഞാൻ, ഓ അനുവാദിച്ച അവൻ പരിഹാരമേരിക്കാൻ കരുതിട്ടുണ്ട്. ഓ പരീക്ഷ എന്നെ അനുവാദിച്ചാൽ അവൻ പരിഹാരമേരിക്കാൻ കരുതിട്ടുണ്ട്. അവൻ എന്തിനെന്ന് ചോദിക്കും. ഇന്ന് രാത്രി വിശ്വാസത്തോടെ എന്തിനെന്ന് ചോദിക്കാതെ വിശ്വാസത്തോടെ ചേർന്ന് പാടാം. ചോദിക്കില്ല എന്റെ നന്മയ്ക്കായം അറിയുന്നു ആമേൻ. ഘോരമശോധനയിൽ ഓ ആഴം കടന്നിടുമ്പോ ഓ അവേ ആഴങ്ങൾ കടന്നിടുമ്പോ അവേ നടത്തുന്നതേ സുഖത്തെ അവേ ഇന്ന് പകലിൽ നടത്തിയത് ഇന്ന് രാത്രി നടത്താൻ ശക്തനാണ്. ഓ അവേ നമ്മുടെ സാന്നിധ്യവുമാണ് നമ്മുടെ നടുവിൽ ആഗതനായിക്കൊണ്ടിരിക്കുക. വിശ്വസിച്ച് ചേർന്ന് പാടിയത് ഓ നടത്തും എന്റെ ദൈവം അനുവാദിച്ച അവൻ പരിഹാരമേനിക്കാൻ കരുതിട്ടുണ്ട്. അവൻ പരീക്ഷ എന്റെ ദൈവം അനുവാദിച്ച ഓ പരിഹാരമേനിക്കാൻ കരുതിട്ടുണ്ട്. അവൻ എന്തിനെന്ന് ചോദിക്കില്ല എന്റെ നന്മയ്ക്കായം അറിയുന്നു ഓ എന്തിനെന്ന് ചോദിക്കില്ല എന്റെ നന്മയ്ക്കായം അറിയുന്നു ഓ ദൈവമെനിക്കരുദൂതം അത് നന്മ അറിയുന്നു ദൈവമെനിക്കരുദൂതം ഓ അത് നന്മ അറിയുന്നു ഓ ദൈവമനുകൂലമെങ്കിൽ അവേ ആദ്യം അതേ ദൈവമൈതലേ ഇന്ന് രാത്രി ദൈവത്തിന് അനുകൂലമെങ്കിൽ പ്രതികൂലമായില്ല. ഇന്ന് രാത്രി ചേർന്ന് പാടി കരകൾ അടിച്ച് കർത്താവിനെ ആരാധിച്ചത് ഓ പരിഹാരമേനിക്കാൻ കരുതിട്ടുണ്ട്. ഓ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമേനിക്കാൻ കരുതിട്ടുണ്ട്. അമേന്തിനെന്ന് ചോദിക്കുക എന്നെ നന്മയ്ക്കായി അറിയുന്നു ഓ എന്തിനെന്ന് ചോദിക്കുക എന്റെ നന്മയ്ക്കായി
നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഒരിക്കൽ കൂടെ ദൈവം എനിക്കനുകൂലം, അത് നന്ന അറിയുന്നു ഞാൻ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ, ആമേൻ, അറിയുന്നവർ, ചേർന്ന് പാടിയാത്ത ദൈവം അനുകൂലമായ പ്രതികൂലം ഏതുമില്ല, പ്രതികൂലം ഒന്നുമില്ല. ഇന്ന് രാത്രി പ്രതികൂലമായി ഉയർന്നു നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളിൽ അനുകൂലമാക്കുവാൻ ശക്തനായവന്റെ സാന്നിധ്യം ആമേൻ വിശ്വസിക്കുന്നവരുടെ മേൽ പകരുവാൻ ശക്തനായ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവമനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിച്ചില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ എന്തിനെന്ന് ചോദിച്ചില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ എന്തിനെന്ന് ചോദിച്ചില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഹല്ലേലൂയ. എത്ര പേർ അറിയുന്നു, എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ആമേൻ. സ്നേഹിത, സഹോദര, മാതാവേ, കുഞ്ഞെ, ഹല്ലേലൂയ, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഒറ്റയ്ക്കാണെന്ന് ചിന്തിച്ച് ഒതുങ്ങിപ്പോകുവാൻ ഇടയാകാതെ, ഹല്ലേലൂയ, ഒറ്റയ്ക്കല്ലെന്ന് ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ടെന്ന് പറഞ്ഞവന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നവൻ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ ഇതുവരെ ആമേൻ ആ സാന്നിധ്യം അനുഭവിക്കാത്ത വ്യക്തിയാണെങ്കിൽ, സ്നേഹിത, നിന്റെ പാപത്തിന് വേണ്ടിയാണ്, നിന്റെ അതേ ശാപത്തിന് വേണ്ടിയാണ്, നിന്റെ നിത്യതയ്ക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു 2020 വർഷങ്ങൾക്കപ്പുറം ഈ ഭൂമിയിൽ ജനിപ്പാൻ തക്കവണ്ണം ഇടയായിട്ട്. ഹല്ലേലൂയ. ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ജനിച്ച യേശു ആമേൻ 33 തിരുവയസ്സിൽ തിരുവചനം നിവൃത്തിയാകത്തക്ക വിധത്തിൽ ആ 2 കള്ളന്മാരുടെ മധ്യത്തിൽ യാഗമായി തീർന്നത് സഹോദര നീ ഒറ്റയ്ക്കായിരിക്കാനാണ് അല്ല. ഹല്ലേലൂയ. നീ ഒറ്റയ്ക്കായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആമേൻ നിന്നെ കരം പിടിച്ചുയർത്തുവാൻ ശക്തരായവർ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ഓ നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ, നിന്റെ വേദന മാറ്റുവാൻ, നിന്റെ നിരാശ മാറ്റുവാൻ, നിന്റെ ആകുലത മാറ്റുവാൻ, ഈ ലോകം എവിടെയൊന്നും കിട്ടാത്ത ഒരു സമാധാനം, അത് ദൈവിക സമാധാനം, ആ നിത്യമായ സമാധാനം, ആ നിത്യമായ സ്വസ്ഥത, ആ നിത്യമായ സന്തോഷം അനുഭവിക്കുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഒരുക്കിയ രക്ഷ, ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ ആമേൻ ഉയർത്തിയ ഏകനാമം ഇന്ന് രാത്രി ആ നാമത്തിൽ ആശ്രയിക്കുന്നവർ ലജ്ജിക്കാതെ കണ്ട് ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ഉയരത്തിൽ നിന്ന് പകരുന്ന ആത്മാവിന്റെ ശക്തിയെ പ്രാപിക്കുവാൻ ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഹല്ലേലൂയ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ഈ ലോകത്തിൽ എവിടെയും കിട്ടാത്ത സമാധാനം, ആമേൻ. ഈ ലോകത്തിൽ എവിടെയും കിട്ടാത്ത സൗഖ്യം, ആമേൻ. ഈ ലോകത്തിൽ എവിടെയും കിട്ടാത്ത സന്തോഷം, ആമേൻ, കിട്ടുവാൻ ഉതകുന്ന ആമേൻ ഇടം കർത്താവിന്റെ സന്നിധിയാണ്. ഇന്ന് രാത്രി അവന്റെ ശബ്ദം കേൾക്കുവാൻ ആമേൻ സന്തോഷമുള്ളവർ, താല്പര്യമുള്ളവർ ആമേൻ അത് ഓഫ് ചെയ്ത് പോകാതെ, ലെഫ്റ്റായി പോകാതെ ആമേൻ തുടർന്ന് ആമേൻ സന്തോഷത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവവചനം ശ്രവിക്കാനായി അതേ തിരുവചനം ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നൽകിയത് വായിക്കുവാനായിട്ട് പോകുകയാണ്. ആമേൻ. നിങ്ങളുടെ പ്രലോഭനം ഇപ്പോഴും സാധാരണമാണ്. ഹല്ലേലൂയ. അത് അയ്യോ ഇന്ന് പകലിലും എന്റെ ജീവിതത്തിൽ ശത്രു കൊണ്ടുവന്ന വെല്ലുവിളി, ആമേൻ, പ്രലോഭനങ്ങൾ, ആമേൻ, പ്രതിസന്ധികൾ, ആമേൻ, മറ്റാർക്കും ഇല്ല എന്ന് ചിന്തിക്കരുത്. ആമേൻ, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആമേൻ നിങ്ങളുടെ പ്രലോഭനം ഇപ്പോഴും സാധാരണമാണ്. ഹല്ലേലൂയ. പരീക്ഷ ദൈവം അനുവദിച്ചാൽ ഹല്ലേലൂയ ഒപ്പം പരിഹാരം എന്ത് ചെയ്തിട്ടുണ്ട്? കരുതിയിട്ടുണ്ട്. അത് ദൈവമക്കൾക്ക് മാത്രമാകട്ടോ. ഇന്ന് രാത്രി നീ ഒരു ദൈവ വൈദ്യരാണെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന പരീക്ഷയെ അതിജീവിക്കുവാൻ കരുത്തുള്ള മനുഷ്യനാക്കി മാറ്റുന്ന ഓ കരുണാമയനായ കർത്താവ് ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. നിന്റെ നിരാശ മാറാൻ പോകുക, നിന്റെ വേദന മാറാൻ പോവുക, നിന്റെ കണ്ണീർ തുടയ്ക്കാൻ പോകുക. ഹല്ലേലൂയ. വിശ്വസിക്ക്. ആമേൻ പറ. ഹല്ലേലൂയ പറ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ആമേൻ. ഏത് വേദനയിലും ഏത് ശോധനയിലും ആമേൻ കൈവിടാതെ കൈപിടിച്ച് നടത്തുന്ന നാഥന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. വായിക്കാം ഇന്ന് രാത്രി 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യം.
മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ആമേൻ. ശ്രദ്ധിച്ചേ, മനുഷ്യനാണോ? എനിക്കും നിങ്ങൾക്കും നടപ്പല്ലാത്ത പരീക്ഷ എന്ത് ചെയ്തിട്ടില്ല? നേരിട്ടിട്ടില്ല. ഹല്ലേലൂയ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. നാം അവിശ്വസ്തനായാലും ലോകത്തിലുള്ള പലരും അവിശ്വസ്തനായാലും, ഹല്ലേലൂയ, ഇന്ന് രാത്രി വിശ്വസ്തനായി പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവം, ഹല്ലേലൂയ, നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അമ്മാൻ ആ കരമടിച്ച കർത്താവിനെ മകത്തോടേക്ക്. ഹല്ലേലൂയ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. ഇന്ന് രാത്രിയിലും ബോഷ്കു പറയുവാൻ അവൻ മനുഷ്യനല്ല. ഹല്ലേലൂയ. അവൻ ദൈവമായതുകൊണ്ട് ദൈവത്തെ കുറിച്ച് ഭക്തൻ പറയുന്നത് ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. വിശ്വസ്തനായി വാഗ്ദത്തം നിറവേറ്റുവാൻ ശക്തനായവൻ കേൾപ്പിച്ച വാഗ്ദത്തം നിറവേറാതിരിക്കുവാൻ നിന്റെ മുമ്പിൽ അത് ശത്രുവായവൻ കൊണ്ടുവരുന്ന വെല്ലുവിളിയെ അതിജീവിക്കുവാൻ വാഗ്ദത്തം കേട്ട നിന്നെ ശക്തീകരിക്കുന്ന ദൈവം വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ് കരമടിച്ച് എത്ര പേർ കർത്താവിനെ സ്തുതിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് ഇന്ന് രാത്രി അയ്യോ വേദനയാ, കഷ്ടമാ, പ്രതികൂലമാ, പ്രതിസന്ധിയാ, ആമേൻ, എന്നെ കൊണ്ട് ഒക്കുന്നില്ല, എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വചനം നിന്നോട് പറയുന്നു, നിനക്ക് സഹിപ്പാൻ, ഹല്ലേലൂയ, കഴിയുന്നതിനു മീതെ, ഹല്ലേലൂയ, പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ, ഹല്ലേലൂയ, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അങ്ങനെയെങ്കിൽ അവൻ ഇന്ന് രാത്രി വിവിധ പരീക്ഷാ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആരൊക്കെയോ കണ്ണുനീരും ദുഃഖവും പേറിക്കൊണ്ട് ആയിരിക്കുന്നു. എന്നാൽ അതിനകത്തൊരു നീക്കുപോക്ക് നൽകുവാൻ ഉലകത്തിൽ ആർക്കും കഴിയാതിരിക്കുമ്പോൾ മാനവരാശിയുടെ പരീക്ഷയെ ആമേൻ പരാജയപ്പെട്ട് ആമേൻ അവൻ തകർന്നു പോകാതിരിക്കുവാൻ അവൻ ആ പരീക്ഷയ്ക്കകത്ത് അത് വിജയശ്രീ ലാളിതനായി ഉയർന്നു വരുവാൻ ഉലകത്തക്ക വിധത്തിൽ ശക്തീകരിപ്പാൻ ശക്തനായവൻ ആമേൻ ഇന്ന് രാത്രി അവന്റെ വചനത്തിന്റെ ശക്തിയെ വിശ്വസിക്കുന്നവരുടെ മേൽ പകരുവാൻ ശക്തൻ എന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നാലോ ആമേൻ ഏതെങ്കിലും വ്യക്തിയിൽ നിന്നോ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത പരീക്ഷ ആമേൻ അതേ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ അതിന് നീക്കുപോക്ക് നൽകുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യന് പരിഹരിക്കപ്പെടുവാൻ കഴിയാതെ, ഹല്ലേലൂയ, ആമേൻ, അതെ മനുഷ്യന് ആമേൻ സ്വയം ആമേൻ അതെ പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ, ഹല്ലേലൂയ, അവന്റെ ജീവിതത്തിൽ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന സകല ആമേൻ പരീക്ഷകളെയും അതിജീവിക്കുവാൻ ഹല്ലേലൂയ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന ദൈവം. ഹല്ലേലൂയ. അത് വിശ്വാസികളെ ആമേൻ മറ്റുള്ളവരെ പോലെ പ്രലോഭനങ്ങൾ എപ്പോഴും എന്ത് ചെയ്യും? അതെ തളർത്തിക്കൊണ്ടിരിക്കും, പിടിച്ചുകൊണ്ടിരിക്കും. അയ്യോ, അപ്പൊ വിശ്വാസികളെ അങ്ങനെ പ്രലോഭനങ്ങളും ആമേൻ അതെ പരീക്ഷകളും ഇങ്ങനെ തളർത്തി ആമേൻ അതെ അവനെ പോരാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വിശ്വാസി ആകാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് ചിന്തിക്കും. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം കൂടെ കേട്ടോ, എന്നാൽ അതെ വിശ്വാസികൾക്ക് മറ്റുള്ളവർക്കില്ലാത്ത ഒരു വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അത് വളരെ വലിയ വാഗ്ദാനമാണ്. ഇന്ന് രാത്രി അതെ പരീക്ഷയിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവ പൈതലാണ് നീ എങ്കിൽ അതിനകത്തൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം ലോകത്തിൽ പരീക്ഷയിൽ അകപ്പെടുന്നവർക്കില്ല. ഒരു ദൈവ പൈതലായി ദൈവസഭയിൽ അംഗമായി മാറിയ നിന്റെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒരു പരീക്ഷയും വരുന്നില്ല. ആ പരീക്ഷയ്ക്കകത്ത് ഒരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം വലിയതാ. ഇന്ന് രാത്രി ആ വാഗ്ദത്തം പ്രാപിക്കാതിരിക്കുവാൻ പരീക്ഷയ്ക്കകത്ത് തകർന്നു പോകുവാൻ അനുവദിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും ആരാധിക്കുന്നത്.
ഹല്ലേലൂയ. എബ്രായ ബാലന്മാരുടെ ജീവിതത്തിൽ ആമേൻ ഒരു തീച്ചൂള ഒരു പരീക്ഷയായി കടന്നു വന്നു. എന്നാൽ തീച്ചൂളക്കകത്ത് ആമേൻ വെന്തുപോകുവാൻ അനുവദിച്ച ഒരു സ്വർഗത്തിലെ ദൈവത്തെയല്ല അവർ ആരാധിക്കുവാൻ, അവർ സേവിക്കുവാൻ തയ്യാറായത്. ആ പരീക്ഷയ്ക്കകത്ത് ആമേൻ അവർക്ക് ജയാളിയാകുവാൻ കൂടെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അതെ നീ അനുഭവിക്കുന്ന ഈ കഷ്ടതയ്ക്കകത്ത് തീർന്നു പോകുവാൻ അനുവദിക്കുന്ന ഒരു ദൈവമല്ല. നീ അനുഭവിക്കുന്ന വെല്ലുവിളിക്കകത്ത് ഒതുങ്ങിപ്പോകുവാൻ അനുവദിക്കുന്ന ഒരു ദൈവമല്ല. നീ നിന്നെ ദഹിപ്പിക്കാതെ വെള്ളത്തിന്റെ മേൽ കവിയാതെ അതിനകത്ത് ഇറങ്ങി വന്ന് നിന്നെ സംരക്ഷിക്കുന്ന പരിചയായ കോട്ടയായ സങ്കേതമായ ഒരു നല്ല ദൈവം ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുവദിക്കുന്നവർ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. ആമേൻ 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 ഹല്ലേലൂയ. ഒരു പ്രലോഭനത്തെയും ആമേൻ നിന്റെ മുമ്പിൽ ഹല്ലേലൂയ അതേ ശക്തിയായി ആമേൻ നീ ഒതുങ്ങിപ്പോകുവാൻ തക്കവണ്ണം അനുവദിക്കുന്ന ദൈവത്തെ അല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ഒരിക്കൽ കൂടെ പറയാം, ആമേൻ ഒരു പ്രലോഭനത്തെയും ഹല്ലേലൂയ ആമേൻ ശക്തനാക്കി ആമേൻ ഒരു ദൈവമായതിനായ നിന്നെ ആമേൻ ആമേൻ തകർക്കുവാൻ അനുവദിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഇന്ന് രാത്രി ഞാൻ അത് ഉയർത്തുന്നത്. പ്രലോഭനങ്ങൾ എത്ര വലിയതായാലും പരീക്ഷകൾ എത്ര വലിയതായാലും അതിനകത്ത് ആമേൻ നീ തകർന്നു പോകാതെ നിൽപ്പാനുള്ള ഉയരത്തിൽ അഭിഷേകത്താൽ ഉയരത്തിലെ കൃപയാൽ ഒരു ഭക്തനെ നിറയ്ക്കുവാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ മേൽ പകർന്ന് ആമേൻ പ്രലോഭനത്തിനകത്ത് അകപ്പെട്ടു പോകുവാൻ അനുവദിക്കാതെ നിന്നെ മുമ്പോട്ട് നയിപ്പാൻ തക്കവണ്ണം ശക്തിയുള്ളവരാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഒരു വിശ്വാസിക്ക് ആമേൻ അതിനെ ചെറുത്ത് നിൽക്കുവാൻ അത് കഴിയത്തില്ല. അതുകൊണ്ട് അതേ കർത്താവ് ആ വിശ്വാസിയുടെ മേൽ ഉയരത്തിൽ അഭിഷേകം പകരുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ അതിൽ നിന്നും ആമേൻ അതെ എപ്പോഴും ഹല്ലേലൂയ ആമേൻ നമ്മുടെ മുമ്പിലുള്ള പ്രലോഭനങ്ങൾക്കകത്ത് അകപ്പെടാതെ ആ പ്രതികൂലത്തിനകത്ത് തകർന്നു പോകാതെ നിൽക്കുവാൻ ദൈവം തന്റെ സഭയ്ക്ക് ദാനമായി കൊടുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ആമേൻ കാത്തിരിക്കുന്ന ആമേൻ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നവരുടെ മേൽ സ്വർഗം തികച്ചും സൗജന്യമായി നൽകുവാൻ ശക്തരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മുഴങ്കാൽ മടക്കുക. ആമേൻ. അത് ഉയരത്തിൽ അഭിഷേകം ഉയരത്തിലെ ശക്തി പ്രാപിക്കുവാൻ തയ്യാറാകുക. നിന്റെ ബുദ്ധി കൊണ്ട്, നിന്റെ ജ്ഞാനം കൊണ്ട്, നിന്റെ കഴിവ് കൊണ്ട്, നിന്റെ പ്രാപ്തി കൊണ്ട്, നിന്റെ ശാരീരിക ബലം കൊണ്ട് ആമേൻ നിന്റെ മുമ്പിലുള്ള പ്രലോഭനങ്ങളെ നിനക്ക് അതിജീവിക്കുവാൻ കഴിയത്തില്ല. നിന്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ നിനക്ക് അതിജീവിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവം ഹല്ലേലൂയ ആമേൻ തന്റെ മക്കൾക്ക് ഹല്ലേലൂയ ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരീക്ഷയിലൂടെ കടന്നു പോകുന്ന ആരൊക്കെയോ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തത്തില്ല എന്ന് ചിന്തിച്ച് ഒതുങ്ങിപ്പോകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ ആമേൻ അത് വലിയവനായ ദൈവത്തിന്റെ ആമേൻ നന്മയെ അനുഭവിക്കാതിരിക്കുവാൻ ശത്രുവായവൻ കൊണ്ടുവരുന്ന ആമേൻ ചില പരീക്ഷയ്ക്കകത്ത് അകപ്പെട്ടു പോയി തകർന്നു പോയി ആമേൻ ഇനി രക്ഷയില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവം അറിയാതെ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒരു പരീക്ഷയുമില്ല. ഹല്ലേലൂയ. ആ പരീക്ഷയോട് കൂടെ നീക്കുപോക്ക് നൽകുവാൻ ഉയരത്തിലെ ദൈവം ശക്തനാണെന്ന് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ദൈവം തികച്ചും വിശ്വസ്തരാണ്. പലപ്പോഴും ഞാനും നിങ്ങളുമാണ് അവിശ്വസ്തരായി തീരുന്നത്. ഹല്ലേലൂയ. തീർച്ചയായും ആമേൻ ദൈവം നമ്മുടെ മുമ്പിൽ ഒരു വഴി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവാകുന്ന വഴിയിലൂടെ മുമ്പോട്ട് പോകുന്നവരുടെ നന്മയെ മുടക്കുന്ന പൈശാചിക പ്രവൃത്തികളെ ഇന്ന് രാത്രി ആമേൻ ആമേൻ അത് വെട്ടിമാറ്റി മുമ്പോട്ട് പോകുവാൻ ഉതകത്തക്ക വിധത്തിൽ ഉയരത്തിലെ ശക്തിയാൽ സ്വർഗം നിറയ്ക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ നാം പരീക്ഷിക്കപ്പെടുന്ന പാപം ആമേൻ നമ്മെ പ്രസാദിപ്പിക്കുന്നതിനാൽ ആമേൻ നാം ജയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ആമേൻ നാം വീഴുന്നതിന്റെ ഗുരുതരമായ ഹല്ലേലൂയ ആമേൻ അതെ അഗാധത്തിലേക്ക് അപകടത്തിലേക്ക് ആരും ചിന്തിക്കുന്നില്ല. എന്താ നാം പരീക്ഷിക്കപ്പെടുന്ന പാപം നമ്മെ പ്രസാദിപ്പിക്കുന്നതിനാൽ എന്ന് പറഞ്ഞാൽ പാപത്തിലൂടെ ആമേൻ സന്തോഷിക്കുവാൻ ആമേൻ
വ്യഗ്രത കാണിക്കുന്ന അനേകർ ലോകത്തിലുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ നാം ആമേൻ അതെ പാപം ചെയ്ത് ആമേൻ അതെ ഈ ലോകത്തിൽ ആമേൻ ജീവിക്കുമ്പോൾ ആമേൻ പാപം ചെയ്ത് ചിലത് സ്വന്തമാക്കുവാൻ ഹല്ലേലൂയ ആമേൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അമ്പേ പരാജയപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ആമേൻ അങ്ങനെ വീഴുന്നത് ഗുരുതരമായ വലിയ അപകടത്തിലാണ്. ഹല്ലേലൂയ. ആമേൻ നാം പാപത്തിൽ അകപ്പെടുകയാണെങ്കിൽ ആമേൻ നമുക്കൊരിക്കലും ആമേൻ എതിർക്കുവാനാകാത്ത ഒരു പ്രലോഭനത്തെ അനുവദിച്ചതായി ഹല്ലേലൂയ ആമേൻ ദൈവത്തെ അങ്ങനെ ജീവിച്ചിട്ട് കുറ്റപ്പെടുത്തുവാൻ പറ്റത്തില്ല. ആമേൻ അതെ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഞാൻ ഇങ്ങനെയൊക്കെ ഉപവസിച്ചിട്ടും ഹല്ലേലൂയ ഇങ്ങനെയൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്തിട്ടും ഹല്ലേലൂയ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല, കാര്യമില്ല. കാരണം എന്താ? നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ എപ്പോഴും പ്രലോഭനങ്ങളുണ്ടാവും. നിന്റെ ജീവിതത്തിന് മുമ്പിൽ എപ്പോഴും വെല്ലുവിളികളുണ്ടാവും. ആമേൻ ആ പ്രലോഭനത്തിനകത്ത് ആ ഏദനിൽ ആദമിനെയും ഹവ്വയും അതെ പ്രലോഭനത്തിലൂടെ ആമേൻ വീഴ്ത്തിക്കളഞ്ഞ ദുഷ്ടപിശാച് ഇന്ന് ആരെയും എഴുന്നേൽവെന്ന് അലറിക്കൊണ്ട് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ ആ പ്രലോഭനത്തിനകത്ത് വീഴാതെ നിൽക്കുവാൻ നീ കഴിക്കുന്ന ആഹാരത്തിന്റെ ബലം കൊണ്ട് പറ്റത്തില്ല, നീ പഠിച്ച ഡിഗ്രി കൊണ്ട് പറ്റത്തില്ല. ആമേൻ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. നിന്റെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്ന ഉയരത്തിലെ ചിന്തകളാണ് ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ ഈ ലോകത്തിന്റെ ചിന്ത ആമേൻ നിന്നെ തളർത്തിക്കൊണ്ട് ആമേൻ നാശത്തിലേക്ക് കൊണ്ട് വലിച്ചിടുന്നതാ. എന്നാൽ ഉയരത്തിലെ ചിന്ത നിത്യതയിലേക്ക് നിന്നെ അടുപ്പിക്കുന്നതാ. ഹല്ലേലൂയ. നിങ്ങളെയും ആമേൻ എന്നെയും ആമേൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആമേൻ ആ പ്രൊട്ടക്ഷൻ ആമേൻ ആമേൻ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി വിളിക്കുകയാ. ആ വിളി കേട്ട് അവന്റെ പ്രൊട്ടക്ഷൻ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഹല്ലേലൂയ. ഒരു ഭക്തന്റെ പ്രാർത്ഥനയാ. ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിച്ച ശിഷ്യന്മാരുടെ പ്രാർത്ഥനയാ, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ആമേൻ ഇന്ന് നമ്മുടെ പ്രാർത്ഥന എന്താ? ആമേൻ വിസ അടിക്കാനും ആമേൻ അക്കാമ കിട്ടാനും പിന്നെന്തുവാ ആമേൻ മുഴ മാറാനും പിന്നെന്തുവാ വീട് വെക്കുവാനും കാറ് വാങ്ങുവാനും. ഹല്ലേലൂയ. ആമേൻ അതെ മുഴ മാറിയിട്ട് ദുഷ്ടനിൽ അകപ്പെട്ട് ആമേൻ അതെ കാറ് വാങ്ങിയിട്ട് ആക്സിഡന്റ് ഉണ്ടായി തകരുന്നതിനെക്കാട്ടും നല്ലത് ആമേൻ നിന്നെ തകർക്കാൻ നോക്കുന്ന ദുഷ്ടന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം? വിടുവിക്കണമേ എന്ന് പറഞ്ഞാൽ ആമേൻ ദൈവം തന്റെ മക്കൾക്ക് വെച്ചിരിക്കുന്ന നന്മയെ അവകാശമാക്കുവാൻ കഴിയാതെ ദുഷ്ട പ്രലോഭനത്തിനകത്ത് അകപ്പെടുത്തി നിന്നെ ഒതുക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഒന്നും ലഭിക്കാത്തത്. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ ആര് പ്രാർത്ഥിക്കും? ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ എന്ത് ചെയ്യണം? വിടുവിക്കണമേ. ഹല്ലേലൂയ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. നാം ആരാധിക്കുന്ന ദൈവം ഹല്ലേലൂയ ഒരു രാജ്യത്തിന്റെ ആമേൻ തലവനാ. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിന്റെ ഹല്ലേലൂയ ശക്തിയുള്ളവരാ, മഹത്വവും. ഹല്ലേലൂയ. ആമേൻ ഇന്ന് രാത്രി ഞങ്ങളെ പ്രലോഭനങ്ങളിലേക്ക് അതെ നയിക്കരുതേ. പാപം ചെയ്യാൻ ദൈവം മനുഷ്യരെ എന്ത് ചെയ്യുന്നില്ല? പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. പാപം ചെയ്യാൻ നിന്നെ ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പിശാചാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പനറിയാതെ അമ്മയറിയാതെ മക്കളറിയാതെ ഭാര്യ അറിയാതെ തെറ്റായ വഴികളിലേക്ക് നിന്നെ നയിക്കുന്നുണ്ടെങ്കിൽ അത് പിശാചാണ്. ഒരിക്കലും പാപം ചെയ്യുവാൻ ദൈവം സപ്പോർട്ട് ചെയ്യുന്നില്ല. പാപത്തിന് സപ്പോർട്ടല്ല ദൈവം. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ആമേൻ ദൈവം ഇന്ന് രാത്രി പ്രലോഭനത്തിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കുവാൻ ശക്തിയുള്ളവനാണ്. ആമേൻ അവന്റെ ശക്തി അവന്റെ സാന്നിധ്യം ഒതുക്കുന്നവർ ഇന്ന് രാത്രി ആമേൻ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അതെ പ്രലോഭനം സാത്താനിൽ നിന്നും ആമേൻ ഒപ്പം സ്വന്തം ഹൃദയത്തിൽ നിന്നുമാണ് വെളിയിൽ വരുന്നത്. ഹല്ലേലൂയ. അതേ പ്രലോഭനം സാത്താനിൽ നിന്നും സ്വന്തം ഹൃദയത്തിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? ആമേൻ വരുന്നത്. മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും സാത്താന്റെ പ്രലോഭനം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് അവൻ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു. ആമേൻ. അതെ ആ സ്നാനം
കാലമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആമേൻ, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്നുള്ള സ്വർഗത്തിലെ ശബ്ദം ഭൂമിയിൽ മുഴങ്ങി. ഹല്ലേലൂയ. അപ്പൊ ദൈവം പ്രസാദിച്ചിരിക്കുന്ന ആമേൻ കർത്താവായ യേശു ആമേൻ അതിന് തൊട്ടു മുമ്പ് ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ 40 രാവും 40 പകലും എന്ത് ചെയ്തു? ഉപവസിച്ചു. ഹല്ലേലൂയ. അവിടെ പിശാച് ആമേൻ ആമേൻ അതെ പ്രലോഭനവുമായി വരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായതുകൊണ്ട് ഹല്ലേലൂയ തിരുമേശ എടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ സ്വോത്രകാഴ്ച ദശാംശവും കൊടുക്കുന്നത് കൊണ്ട് കർത്താവുമായി ദൈവവുമായി ബന്ധമുള്ളത് കൊണ്ട് ആമേൻ പ്രലോഭനങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് ചിന്തിക്കരുത്. ആമേൻ അതെ സ്നാനപ്പെട്ടത് കൊണ്ട് രക്ഷിക്കപ്പെട്ടത് കൊണ്ട് സ്വർഗത്തിൽ പൗരത്വമുള്ളത് കൊണ്ട് ആമേൻ പ്രലോഭനം അതെ പിശാച് കൊണ്ടുവരില്ല എന്ന് ചിന്തിക്കരുത്. ആ ഭക്തനായ ഇയ്യോബിനെ തകർത്ത് കളയുവാൻ നോക്കിയ പിശാച് അതെ ഇയ്യോബ് തകർന്നില്ല കേട്ടോ. പക്ഷേ ഇയ്യോബിന്റെ കഷ്ടതയിൽ പങ്കാളിയാകാത്തവരെല്ലാം തകർന്നുപോയി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും പ്രലോഭനങ്ങൾ നിനക്കുണ്ടെങ്കിൽ അതിനകത്ത് നീക്കുമൊക്കെ തരുവാൻ ശക്തരായ ഒരു ദൈവം കൂടെയുണ്ട്. അവനെ രുചിച്ചറിയുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിലൂടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ദൈവസഭയിലായിരിക്കുന്ന ദൈവവചനം ബലപ്പെടുവാൻ ഇങ്ങനെ ആത്മാവിൽ എഴുതി, ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയി പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു. ഹല്ലേലൂയ. നോക്കണമേ, വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന്. ഹല്ലേലൂയ. വിശ്വാസം എന്ന ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാ. ആമേൻ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവനിൽ എന്തില്ല? പ്രസാദമില്ല. ഹല്ലേലൂയ. ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയി പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു. ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുകയാണ്, ആമേൻ, ഈ കഷ്ടതയുടെ ഈ വേദനയുടെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ പലരും വിശ്വാസം വേണ്ട എന്ന് വെച്ച് പിന്മാറിപ്പോകുവാൻ സാധ്യതയുള്ള ലോകത്ത് ആമേൻ ഈ പരീക്ഷയ്ക്കകത്ത് ആമേൻ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നവർ ആരൊക്കെ ഉണ്ടെന്ന് കാണാൻ ഞാൻ എന്ത് ചെയ്തു? ആളയച്ചു. ഹല്ലേലൂയ. ആമേൻ. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ഹല്ലേലൂയ. എന്താ? പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും എന്ത് ചെയ്യരുത്? പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു. ആമേൻ. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ആമേൻ. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലായി? പരീക്ഷ ദൈവം അനുവദിച്ചാൽ അതിന് നീക്കുമൊക്കെ ദൈവം ആമേൻ കരുതിയിട്ടുണ്ട്, ദൈവം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും എന്ത് ചെയ്തു? അപ്പൊ ദൈവത്താലുമുള്ള പരീക്ഷയുണ്ട്, പിശാചിനാലുമുള്ള പരീക്ഷയുണ്ട്. ഹല്ലേലൂയ. ഇത് രണ്ടും രണ്ടായി തന്നെ കാണണം. ഹല്ലേലൂയ. ദൈവത്താലുള്ള പരീക്ഷ അതിനെ നീക്കുമൊക്കെ ആര് വെച്ചിട്ടുണ്ട്? സ്വർഗത്തിലെ ദൈവം വെച്ചിട്ടുണ്ട്. എന്നാൽ പിശാചിനാൽ നീ പരീക്ഷിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ അത് ദൈവത്താലുള്ള പരീക്ഷയാണെന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്? ചിന്തിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ഒരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ചിട്ടാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രലോഭന സമയത്ത് നമ്മെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ നാം ദൈവത്തെ മാത്രം ആശ്രയിച്ചിരിക്കണമെന്ന് ഹല്ലേലൂയ സത്യവേദ പുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിച്ചത് ഇങ്ങനല്ലേ, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിനും ഇതേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും എന്ത് ചെയ്യും? ഉണ്ടാക്കാം. ഹല്ലേലൂയ. ഭക്തനായ ദാവീദ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ ദുഷ്പ്രവർത്തികളിൽ ഇടപെടാൻ എന്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായ്ക്കരുതേ, അവരുടെ സ്വാദുഭോജനം ഞാൻ കഴിക്കുകയുമരുതേ.
ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. കർത്താവേ, ദുഷ്പ്രവർത്തിക്കാരുടെ കൂടെ ദുഷ്പ്രവർത്തികളിൽ ഇടപെടുവാൻ എന്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് എന്ത് ചെയ്യരുത്? ചായ്ക്കരുത്. ഹല്ലേലൂയ. അവരുടെ സ്വാദുഭോജനം ഞാൻ കഴിക്കുകയുമരുത്. ഹല്ലേലൂയ. ദാവീദിന്റെ പ്രാർത്ഥനയാ. ഈ പ്രാർത്ഥന നാം ചൊല്ലുന്നത് നല്ലതാ. ഈ പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുന്നത് നല്ലതാ. കാരണം ദുഷ്ടലോകത്ത് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചു കളയുവാൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടപിശാച് ചില കെണിക്കകത്ത് കുരുക്കി തകർക്കുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എന്തെന്നാൽ, മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് യേശു കർത്താവിനെ അത് പിശാച് എന്ത് ചെയ്യാണ്? പരീക്ഷിക്കുക. ആ പരീക്ഷയിൽ പിശാച് യേശുവിനെ തകർക്കുവാൻ നോക്കി. കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. ആമേൻ. എന്നെ ഒന്ന് വണങ്ങ്, ഈ കാണുന്നത് മുഴുവൻ എന്ത് ചെയ്യാം? തരാം. പിശാചിന്റെ ഒരു പരിപാടിയാ കേട്ടോ. ആമേൻ. അതെ, ഭൗതികമായ നന്മകൾ തരാമെന്ന് പറഞ്ഞ് നിന്നെ തെറ്റിക്കുക. ആമേൻ. ഒന്ന് വണങ്ങിയാൽ, ഒന്ന് കുമ്പിട്ടാൽ, അവൻ പറയുന്നത് അനുസരിച്ചാൽ. അതുകൊണ്ട് ദൈവത്താലുള്ള ഉയർച്ച, ദൈവത്താലുള്ള നന്മ ആഗ്രഹിക്കുന്നവർ ആമേൻ പിശാചിനെ തിരിച്ചറിയണം. അവൻ എന്താ പറയുന്നത്? ദൈവത്തിന്റെ വചനം അനുസരിക്കണ്ട, ദൈവത്തിന്റെ വചനം നോക്കണ്ട, ദൈവത്തിന്റെ വചനം അംഗീകരിക്കണ്ട. ആമേൻ. എന്നെ ഒന്ന് ശ്രദ്ധിക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്. ആമേൻ. ഞാൻ പറയുന്നതൊക്കെ ചെയ്യ നോക്കുക. എന്നാൽ വചനം പറയുന്നത് അങ്ങനെയല്ല. ആമേൻ. ദൈവത്തെ ആമേൻ വിശ്വസിക്കണം. ആമേൻ. പാപ വഴി വിടണം. ആമേൻ. ദൈവം പറയുന്നത് പോലെ ജീവിക്കണം. എന്നാൽ ദൈവം അനുഗ്രഹിക്കും. എന്നാൽ പിശാച് അങ്ങനെയല്ല. നീ എങ്ങനെ വേണേലും ജീവിച്ചോ, നീ എങ്ങനെ വേണേലും നടന്നോ, നീ എന്നെ എന്ത് ചെയ്താൽ മതി? ഒന്ന് വണങ്ങിയാൽ മതി, ഒന്ന് അനുസരിച്ചാൽ മതി. ഹല്ലേലൂയ. നോക്കിക്കേ, അബ്രഹാമിനെ വിളിച്ചിറക്കിയ ദൈവം. ഹല്ലേലൂയ. അബ്രഹാമിനെ 22-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് 12-ാം അധ്യായത്തിലാ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ വിളി കേട്ട് ഇറങ്ങി തിരിച്ച് അബ്രഹാം ആമേൻ മുൻപോട്ട് വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതായി വന്നു. അവിടെയെല്ലാം സ്വർഗത്തിലെ വലിയവനായ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് അവനെ ശക്തീകരിപ്പാനും അവനെ ബലപ്പെടുത്തുവാനും ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിലും വിളികെട്ടിറങ്ങി തിരിച്ച ദൈവത്തിന്റെ പൈതലെ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഉയർന്നു പൊങ്ങി ആമേൻ നിന്നെ തകർക്കുവാൻ തക്കവണ്ണം അടുത്തു വരുമ്പോൾ അവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ട് ദൈവ സാന്നിധ്യം അയച്ച് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തി ആത്മാവിനാൽ ശക്തീകരിച്ച് അത് മുമ്പോട്ട് നയിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ഇന്നലകളിൽ അത് ഉണ്ടായ പ്രതികൂലത്തിനകത്ത് അകപ്പെട്ടു പോകുവാൻ അനുവദിക്കാതെ അതിനകത്ത് നീക്കുപോക്ക് നൽകി നാളിതുവരെ നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തത അനുഭവിക്കുന്നവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. എന്നാൽ അബ്രഹാമിന് ആമേൻ വാഗ്ദത്തം കൊടുത്ത ദൈവം 22-ാം അധ്യായം അതിന്റെ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാ. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എന്തെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ചിലരെ ദൈവം വിളിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ എന്തായിരുന്നു പരീക്ഷ? അവൻ നീണ്ട നാള് കാത്തിരുന്ന വാഗ്ദത്ത ആമേൻ അതെ തലമുറ ആമേൻ അബ്രഹാം ആമേൻ അതെ വളരുന്നത് കണ്ട് സന്തോഷിക്കുവാൻ ദൈവം കൊടുത്ത ഇസ്ഹാക്കിനെ മോറിയ മലയിൽ യാഗം അർപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ കാത്തിരുന്ന് പ്രാപിച്ച ആമേൻ നീ അധികം സ്നേഹിക്കുന്ന ആമേൻ മകനെ ആകട്ടെ മകളെ ആകട്ടെ ഏതുമാകട്ടെ ആമേൻ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ പറഞ്ഞാൽ ആമേൻ നീ തയ്യാറാണോ? ഹല്ലേലൂയ. നോക്കുക, അവന്റെ വിശ്വാസത്തെ അവിടെ എന്ത് ചെയ്യാണ്? ഒന്ന് പരീക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ആ കല്ലുകളിൽ നിന്ന് തലമുറയെ കൊടുക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അവൻ എന്ത് ചെയ്തു? വിശ്വസിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തെ അപ്രകാരം വിശ്വസിക്കാൻ തക്കവണ്ണം ആമേൻ നിന്റെ വിശ്വാസം വർദ്ധിക്കുന്നുവെങ്കിൽ ഐശ്വര്യമായ ഒരു അനുഗ്രഹത്തിന് അർഹരായി മാറുവാൻ നീ അവനെ പൂർണ്ണമായി അനുസരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഐശ്വര്യമായ ഒരു അനുഗ്രഹം ജീവിതത്തിൽ വേണമെങ്കിൽ ആമേൻ അനുസരണം ആവശ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ ഭക്തനായ ആമേൻ അതെ ദാവീദ് ഇങ്ങനെ പറഞ്ഞത്, ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. അയ്യോ എന്തൊരു പരിശോധന ഇതല്ലേ, എന്തൊരു വേദന ഇതല്ലേ, എന്തൊരു കഷ്ടമായതല്ലേ. വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. അതെ മൂല്യമുള്ളതാക്കി, മാനപാത്രമാക്കി, ക്വാളിറ്റി ഉള്ളതാക്കി, വിലയുള്ളതാക്കി, മേത്തരമാക്കി നിന്നെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ ആമേൻ ഒരു കുശവന്റെ കയ്യിലെ പാത്രം ആമേൻ പ്രോസസിംഗിലൂടെ കടന്നു പോകുന്നത് പോലെ ഈ ദിവസങ്ങളിൽ വിവിധ പ്രോസസിംഗിലൂടെ, വിവിധ കഷ്ടതകളിലൂടെ, വിവിധ വേദനകളിലൂടെ, വിവിധ ഞെരുക്കങ്ങളിലൂടെ
ആമേൻ ചില കഷ്ടതകളിലൂടെ ദൈവം നിന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഒരു മാനവാത്മമാക്കി തീർക്കാനാ, ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റാനാ, ഒരു അഭിഷേകമുള്ള ശുശ്രൂഷകനാക്കി നിന്നെ പുറത്തു കൊണ്ടുവരുവാനാ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ദൈവമേ, ഹല്ലേലൂയ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ. ഹല്ലേലൂയ, നിന്റെ വിശ്വാസത്തിന്റെ ആമേൻ അതെ ആ വർധനവിന് വേണ്ടി അതെ നിന്നിലൂടെ അത്ഭുതങ്ങൾ വീരപ്രവർത്തികൾ ആമേൻ ദൈവം വെളിപ്പെടുത്തുവാൻ ദൈവം നിന്നെ കണ്ടിരിക്കുന്നത് കൊണ്ട് നിന്റെ സമസ്ത മേഖലകളെ ദൈവം എന്ത് ചെയ്യുക? പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. അല്ലെ, തീക്കാത്തൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ, കഷ്ടതയ്ക്കകത്തൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ, പ്രതികൂലത്തിനകത്തൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ ആമേൻ ഭയങ്കര പ്രയാസമേറിയ കാര്യമാണ്. അല്ലെ, നീ ഞങ്ങളെ വലയിൽ എന്ത് ചെയ്തു? അകപ്പെടുത്തി. ഞങ്ങളുടെ മുരുകത്ത് എന്ത് ചെയ്യാണ്? ഒരു വലിയ ഭാരം എന്ത് ചെയ്തിരിക്കുക? എന്ത് ഭാരമാ? ഹല്ലേലൂയ, നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ എന്ത് ചെയ്തു? കയറി ഓടുമാറാക്കി. ഞങ്ങൾ തീരും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. അത് തീക്ക് നിന്നെ വിട്ടുകൊടുക്കാതെ, വെള്ളത്തിന് നിന്നെ വിട്ടുകൊടുക്കാതെ, അതിനകത്ത് നിന്നോട് കൂടെ ഇരുന്ന് സുരക്ഷിതമായി മുമ്പോട്ട് നയിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ വിശ്വസ്തത എത്രയോ വലിയതാ. ഇന്ന് രാത്രി അത് അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ആമേൻ നമ്മെ ഹല്ലേലൂയ നയിക്കും. ഹല്ലേലൂയ, നായകനായി അവൻ എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ, പാപിയും ബലഹീനനുമായ നമ്മെ ഹല്ലേലൂയ ആമേൻ പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ സംരക്ഷിക്കുന്ന ഒരു നല്ല ഇടയനായി, ഹല്ലേലൂയ, ഒരു നല്ല ദൈവമായി, ആമേൻ, ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി നമ്മെ പരിപാലിക്കുന്ന സർവശക്തൻ ആമേൻ നമ്മോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരം അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ, ആമേൻ. നാം പരീക്ഷകനായ സാത്താന്റെ കയ്യിൽ അകപ്പെടാ വിധത്തിൽ നമ്മെ നയിക്കുവാൻ ഓരോ ദിവസവും നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. എന്നാൽ ആമേൻ നാം ദൈവസന്നിധിയിൽ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് പരീക്ഷയിൽ അകപ്പെടരുതെന്ന്, അതിനല്ല. ആമേൻ, പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ തന്നെ സൂക്ഷിക്കണമെന്നല്ല. നമ്മുടേതായ കുറെ കാര്യങ്ങൾ ആമേൻ നിരത്തി വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അയ്യോ, കുഞ്ഞുങ്ങൾക്ക് ആമേൻ വിദേശത്ത് പഠിക്കാനുള്ള അവസരം വേണം. ആമേൻ, അവർക്ക് ആമേൻ നല്ല നല്ല ജോലി വേണം. അവര് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമോ? അവര് കെണിയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുമോ? ആമേൻ, ജോലി മേടിച്ചു, പലരും കെണിയിൽ അകപ്പെട്ടു. ആമേൻ, അതെ, അവര് വിദേശത്തെത്തി, പലരും പലതിലും അകപ്പെട്ടു. എന്താ പറ്റിയത്? പ്രാർത്ഥിക്കാൻ മറന്നുപോയി. ഹല്ലേലൂയ, ഇന്ന് രാത്രി പ്രലോഭനത്തിൽ അകപ്പെടാതെ, ശത്രുവിന്റെ കെണിക്കകത്ത് അകപ്പെടാതെ അവരായിരിക്കുന്നിടത്ത് സുരക്ഷിതമാകാൻ പ്രാർത്ഥിച്ചോ. ആമേൻ, സ്വർഗത്തിലെ ദൈവം അവരെ എത്തിക്കേണ്ടടുത്ത് എന്ത് ചെയ്യും? എത്തിക്കും. ഹല്ലേലൂയ, ഇന്ന് രാത്രി ആമേൻ ശരിയായ ആത്മാവിൽ അതെ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ എല്ലാ പ്രലോഭനങ്ങൾക്കും പാപങ്ങൾക്കും എതിരായി പരീക്ഷിക്കപ്പെടുവാനുള്ള ആഗ്രഹത്തിനെതിരെ ആമേൻ നാം സ്വയം എന്ത് ചെയ്യും? സജ്ജമാകും. ഹല്ലേലൂയ, ആത്മീയ ജീവിതത്തിൽ ആമേൻ ഞാനും നിങ്ങളും വിജയിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ ഇപ്രകാരം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി പ്രാർത്ഥനയെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, മത്തായി സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളിലൂടെ കർത്താവായ യേശു ക്രിസ്തു അനുഗമിച്ച ശിഷ്യന്മാർ ഹല്ലേലൂയ തന്നെ അനുഗമിച്ചപ്പോൾ ഹല്ലേലൂയ യേശു കർത്താവ് പറഞ്ഞു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കിട്ടും. ഹല്ലേലൂയ, യാചിക്കേണ്ട കാര്യം ഉണ്ടോ? ദൈവം അറിഞ്ഞു തരത്തില്ലേ? പക്ഷെ വചനം പറയുന്നു യാചിക്കണമെന്ന്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കണം, മാതാപിതാക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, അന്വേഷിക്കണം എന്നാൽ എന്ത് ചെയ്യും? കണ്ടെത്തും. മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? തുറക്കും. ആമേൻ, മുമ്പിൽ ഒരു വഴി ഓപ്പൺ ആകണമോ? നിങ്ങൾ മുട്ടുവാൻ തയ്യാറാകും. ഹല്ലേലൂയ, ആമേൻ. ജീവിതത്തിൽ ഒരു വഴി ആമേൻ ഓപ്പൺ ആകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആമേൻ നിന്റെ പ്രാർത്ഥന
റൂമിനകത്ത് മുഴങ്ങാൻ മടക്കി യാചിക്കുവാനും അന്വേഷിക്കുവാനും മുട്ടുവാനും തയ്യാറാകുന്നവരുടെ മുമ്പിൽ ആരും തുറക്കാത്ത വാതിൽ അവൻ നിനക്ക് വേണ്ടി തുറക്കുവാൻ ശക്തനായവൻ ഇന്ന് രാത്രി അവന്റെ മുഴു സാന്നിധ്യവുമായി അത് ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. ഇന്ന് രാത്രി മടി കാണിക്കരുത്. യാചിക്കുന്ന ഏവനും ആമേൻ. ആരോടാ യാചിക്കേണ്ടത്? സ്വർഗത്തിലെ ദൈവത്തോടാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ മടിയില്ലാതെ പ്രാർത്ഥിക്കുവാൻ ആര് തയ്യാറാകും? യാചിക്കാൻ ആര് തയ്യാറാകും? യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? ഹല്ലേലൂയ. മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? ഹല്ലേലൂയ. അതെ, മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? ഹല്ലേലൂയ. മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? ഹല്ലേലൂയ. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. ഹല്ലേലൂയ. അപ്പൊ നന്മ ആരോടാ ചോദിക്കേണ്ടത്? ആമേൻ. സ്വർഗത്തിലെ പിതാവായ ദൈവത്തോടാണ്. ഹല്ലേലൂയ. അപ്പൊ സ്വർഗത്തിലെ പിതാവായ ദൈവത്തെ ഈ ഭൂമിയിലായിരിക്കുന്ന ഓരോ മനുഷ്യനും എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച പിതാവായ ദൈവത്തിങ്കിലേക്കുള്ള ഏക വഴി കർത്താവായ യേശു ക്രിസ്തുവാണ്. നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. ഇന്നേക്ക് 2020 വർഷങ്ങൾക്ക് അപ്പുറം ഈ ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ആമേൻ കന്യകയായ ആമേൻ മറിയയുടെ ഉദരത്തിലൂടെ ആമേൻ പുറത്തു വന്ന ആമേൻ അതെ ലോകരക്ഷകനായ യേശു ക്രിസ്തു. ആമേൻ. ഇന്ന് കന്യക അല്ല കേട്ടോ. ആമേൻ. യേശു പുറത്തു വന്നു ശേഷം യേശുവിനെ കൂടാതെ ചില മക്കൾ കൂടെ ആമേൻ അവർക്കുണ്ടായി. അതുകൊണ്ട് യേശുവിന്റെ അമ്മ കന്യകയാണെന്ന് പറഞ്ഞ് നാളെ ആമേൻ വിമർശിക്കരുത്. ആമേൻ. യേശുവിന്റെ അമ്മയിലൂടെ ഈ ഭൂമിയിലേക്ക് പുറത്തു വന്ന കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. സഹോദര, നിന്റെ പാപത്തിൽ നിന്ന് നിന്റെ ശാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് അതെ നിന്റെ മുമ്പിൽ വരുന്ന പ്രലോഭനത്തിനകത്ത് നീ അകപ്പെട്ട് തകർന്നു പോകാതിരിക്കുവാൻ, ആ പ്രലോഭനത്തിന് മുമ്പിൽ അതെ മുമ്പോട്ട് പോകുവാൻ, നിന്നെ കരുത്തുള്ള മനുഷ്യനാക്കി മാറ്റുവാൻ ഉലകത്തിൽ ഒരുവനേ ഉള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അവരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ചെയ്യാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ആമേൻ. ചെറുതാകട്ടെ വലുതാകട്ടെ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ കൊടുക്കാൻ തയ്യാറായ? ഹല്ലേലൂയ. ആമേൻ. അതെ, നിങ്ങൾക്ക് എത്ര ഗ്ലാസ് വെള്ളം വേണോ അത്രയും തരാനുള്ള ആളുകളെ ദൈവം നിങ്ങൾക്ക് ഒരുക്കും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പി. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കും? ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ ആമേൻ തയ്യാറാകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും എന്ത് ചെയ്യണം? ലഭിച്ചു എന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ എന്തുണ്ട്? അധികാരമുണ്ട്. വിശ്വാസത്താല. ആമേൻ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അപ്പൊ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നന്മ പ്രാപിക്കുവാൻ കഴിയുന്നത്, വിടുതൽ പ്രാപിക്കുവാൻ കഴിയുന്നത്, ഉയർച്ച പ്രാപിക്കുവാൻ കഴിയുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ജീവിതമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ. അതെ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഹല്ലേലൂയ. അപ്പോ ആകെ മൊത്തം ടോട്ടൽ എന്റെയും നിങ്ങളുടെ ഇഷ്ടം ഇവിടെ നടക്കാനല്ല, സ്വർഗത്തിന്റെ ഇഷ്ടം ഇവിടെ നടക്കണം. എന്റെയും നിങ്ങളുടെയും നമ്മുടെ തലമുറയിലും ഒക്കെ ആരുടെ ഇഷ്ടം നടക്കണം? സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം നടക്കണം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനംപ്രതി എന്ത് ചെയ്യണം? അപ്പൊ ഓരോ ദിവസവും ആമേൻ ആഹാരത്തിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. 10 കൊല്ലം കഴിക്കാനുള്ളത് സ്റ്റോക്ക് ചെയ്തിട്ട് പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ഉണ്ടാകുന്ന തലമുറയ്ക്ക് അതിനപ്പുറത്തെ തലമുറയ്ക്കും കഴിക്കാനുള്ളത് ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ?
ഹല്ലേലൂയ. അപ്പൊ അതിന് അർത്ഥം എന്താ? ആമേൻ. നൽകുന്ന നന്മ ദൈവനാമത്തിന് വേണ്ടി എന്ത് ചെയ്യണം? കൊടുക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അപ്പോഴെന്ത് ചെയ്യണം? ഹല്ലേലൂയ. ദിവസവും പ്രാർത്ഥിക്കണം. ആമേൻ. അതെ, അന്നെന്നുള്ളത് പെറുക്കാനാ പറഞ്ഞിട്ടുള്ളത്, അധികം പെറുക്കാൻ എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ ലോകം അങ്ങനെയല്ല. അതുകൊണ്ടാ പറഞ്ഞിരിക്കുന്നത്, ആമേൻ, അതെ, ലോകക്കാരെ പോലാകരുത്. ആമേൻ. അതെ, ലോകത്തിൽ നിന്നും ആമേൻ വേറിട്ട് ജീവിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നവർ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ എന്ത് ചെയ്യണം? തയ്യാറാകണം. ഹല്ലേലൂയ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് കടംപെട്ടിരിക്കുന്ന ഏവരോടും ഞങ്ങളും ക്ഷമിക്കുന്നു. ഇന്ന് രാത്രി കടംപെട്ടിരിക്കുന്നവരോട് ക്ഷമിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ക്ഷമിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഹല്ലേലൂയ. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. ആമേൻ. എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്ന് അവന് വിളമ്പിക്കൊടുപ്പാൻ എന്റെ പക്കൽ ഏതും ഇല്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയില്ല എന്ന് അകത്തു നിന്ന് ഉത്തരം പറഞ്ഞാൽ, ആമേൻ, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും, ആമേൻ, അവൻ ലജ്ജകൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. നോക്കുക, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, യാചിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളിൽ ഒരപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിന് കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ഹല്ലേലൂയ. അപ്പോ ആകെ മൊത്തം ദൈവസഭയ്ക്ക് ഈ ഭൂമിയിൽ ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഈ ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രലോഭനത്തിൽ അകപ്പെടാതെ പ്രതിസന്ധിക്കകത്ത് മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവസഭയുടെ പ്രാരംഭകാലം മുതൽ ഇന്ന് വരെ അതിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങളുടെ നടുവില് പതറാതെ കണ്ട് ആമേൻ ദൈവസഭയ്ക്ക് നിൽക്കുവാൻ കഴിയുന്നത് ആമേൻ ഉയരത്തിൽ അഭിഷേകമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ അഭിഷേകം ഇല്ലാത്തവർ, ആ അഭിഷേകം പ്രാപിക്കാത്തവർ ഇന്ന് രാത്രി അത് പ്രാപിക്കുവാൻ, ഈ ദിവസങ്ങളിൽ അത് പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. കാരണം അവണ്ണം തന്നെ ആത്മാവ് നിങ്ങളുടെ ബലഹീനതയ്ക്ക് എന്ത് ചെയ്യുന്നു? തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം പലപ്പോഴും അറിയുന്നില്ലല്ലോ. എന്നാൽ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പക്ഷപാതം ചെയ്യുന്നു. അവൻ അതുകൊണ്ട് ആത്മാവിനെ കൂടാതെ ആർക്കും അവൻ ദൈവസന്നിധിയിൽ സന്തോഷകരമായി ജീവിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ആ ആത്മാവിനെ പ്രാപിച്ചെടുക്കുവാൻ തയ്യാറായ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കണം. തയ്യാറാകാത്തവർ എത്രയും വേഗത്തിൽ അത് പ്രാപിപ്പാൻ തയ്യാറാകണം. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്റെയും നിങ്ങളുടെയും അത് ചിന്തകള് ഇന്നതെന്ന് ആമേൻ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവം എന്ത് ചെയ്യുന്നു? അറിയുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തു കടന്നുപോയ ആമേൻ പ്രലോഭനങ്ങളെക്കാൾ ഭൂമിയിൽ ആരും എന്ത് ചെയ്തിട്ടില്ല? ആമേൻ കടന്നുപോയിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തു പിശാചിനാൽ ആമേൻ നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ പ്രലോഭനങ്ങളിലൂടെ എന്ത് ചെയ്തു? കടന്നുപോയി. ഹല്ലേലൂയ. അവനെ കീഴടക്കാനായിട്ട് നോക്കി. ഹല്ലേലൂയ. ആമേൻ. അതെ, പിശാച് ആമേൻ അതെ ഉണ്ടാക്കിയ ഏറ്റവും വലിയ പ്രലോഭനങ്ങളിലൂടെ കടന്നുപോയിട്ട് പിശാചിനെ പരാജയപ്പെടുത്തി. ആമേൻ. ഹല്ലേലൂയ. ഏത് തരം പ്രലോഭനങ്ങളെയും അതിജീവിച്ചു
അതിജീവിക്കുവാൻ ആമേൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും. വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, എവിടെയെങ്കിലും പരീക്ഷിക്കപ്പെടുന്നുണ്ടോ? ഒരു വിദ്യാർത്ഥിയായിരിക്കാം, ഒരു ഹൗസ് വൈഫ് ആയിരിക്കാം, ആമേൻ ഒരു പ്രായാധിക്യത്തിലായിരിക്കുന്ന വ്യക്തിയായിരിക്കാം, ആമേൻ ഒരു ശുശ്രൂഷകനായിരിക്കാം, ഒരു അഭിഷക്തനാകാം. ഏതെങ്കിലും നിലകളിൽ ആമേൻ ഏതെങ്കിലും സ്ഥലത്ത് ആമേൻ പരീക്ഷ നേരിടുന്ന ആമേൻ അവസ്ഥയാണോ ഇന്നുള്ളത്? ഹല്ലേലൂയ. ദൈവത്തിനെതിരായ പാപത്തിനുള്ള ക്ഷണം പരീക്ഷയാണ്. ഒന്നും കൂടെ പറയാം, ദൈവത്തിനെതിരായ പാപത്തിനുള്ള ക്ഷണം എന്താണ്? പരീക്ഷയാണ്. ഹല്ലേലൂയ. നിങ്ങൾ പ്രലോഭനങ്ങൾക്ക് വഴങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രലോഭനങ്ങൾക്ക് വഴങ്ങുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിനെതിരെ എന്ത് ചെയ്യാണ്? പാപം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ ഭൂമിയിൽ നാം എപ്പോഴെങ്കിലും കടന്നു പോകുന്ന എല്ലാ പ്രലോഭനങ്ങൾ ഹല്ലേലൂയ സാധാരണമാണെന്ന് ആമേൻ ചിന്തിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തു ആമേൻ ഈ ഭൂമിയിൽ ആമേൻ നേരിട്ട പ്രലോഭനങ്ങളെ അതിജീവിച്ചത് ദൈവത്തിന്റെ വചനം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഓരോ ദിവസവും ഈ വചനത്തിന് പ്രാധാന്യം കൊടുത്ത് ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ആമേൻ ഞാൻ തയ്യാറാകുന്നത്. ഹല്ലേലൂയ. ആമേൻ. പ്രവചനങ്ങളൊക്കെ മാറിപ്പോകും, ആമേൻ ഭാഷാപരമൊക്കെ മാറിപ്പോകും, ആമേൻ. എന്നാൽ നിലനിൽക്കുന്നത് ദൈവത്തിന്റെ വചനം മാത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ പ്രാരംഭമായി നാം വായിച്ചു കേട്ട ദൈവവചനത്തിനകത്ത് ഹല്ലേലൂയ ഒരു കാര്യം വളരെ വ്യക്തമായി അതെ കാണുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഏതുതരം പ്രലോഭനങ്ങളിൽ നിന്നും ആമേൻ രക്ഷിക്കുവാൻ, നീക്കുപോക്ക് നൽകുക. ഹല്ലേലൂയ. ദൈവം ആമേൻ വിശ്വസ്തനാണ്. ആമേൻ മറികടക്കാൻ. ഹല്ലേലൂയ. ആമേൻ പ്രലോഭനത്തിനകത്തുനിന്നാകട്ടെ, പരീക്ഷയ്ക്കകത്തുനിന്നാകട്ടെ, വെല്ലുവിളിക്കകത്തുനിന്നാകട്ടെ, അതിനകത്ത് നിന്ന് നീക്കുപോക്ക് നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. ഏക മാർഗം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം കടന്നു പോകുന്ന ഏത് പ്രലോഭനങ്ങളെയും നാം എന്ത് ചെയ്യണം? അതിജീവിക്കുവാനുള്ള ഉയരത്തിൽ അഭിഷേകം പ്രാപിക്കണം. ഏത് തരം ആമേൻ ഏത് ടൈപ്പിലുള്ളത് 3 തരം ആമേൻ പ്രലോഭനങ്ങളെ കുറിച്ച് വേഗത്തിൽ ചിന്തിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഹല്ലേലൂയ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തു ആമേൻ ഈ പ്രലോഭനത്തിനകത്ത് അകപ്പെടാതെ മുമ്പോട്ട് പോകുവാൻ ചെയ്തതുപോലെ എന്ത് ചെയ്യണം? ദൈവവചനത്തിൽ ആശ്രയിക്കണം. എല്ലാ ദിവസവും ഞാനും നിങ്ങളും പരീക്ഷിക്കപ്പെടുന്നതിനാൽ ഹല്ലേലൂയ എല്ലാത്തരം പ്രലോഭനങ്ങളെയും ജയിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് പ്രാർത്ഥനയും ആരാധനയും ദൈവവചന ധ്യാനവും ഒഴിച്ചുകൂടാത്ത ആമേൻ ഒരു ആമേൻ ശീലമാക്കി ഒരു ദൈവ പൈതൽ ആമേൻ അത് ശീലിക്കേണ്ടതാണ്. ആമേൻ അത് അനുവർത്തിക്കേണ്ടതാണ്. ആമേൻ ഇന്ന് രാത്രി ആമേൻ ആ ഒരു ശീലമില്ലെങ്കിൽ ആ ശീലം ഉള്ളവരായി മാറുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു. ഹല്ലേലൂയ. അതിനവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴ്ത്തോട്ട് ചാടുക, നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഹല്ലേലൂയ. അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു. നോക്കിക്കേ, പിശാചിന്റെ പ്രലോഭനത്തിനകത്ത് ആമേൻ പരാജയപ്പെടാതെ ജയാളിയായി മുമ്പോട്ട് പോകുക യേശു കർത്താവിന് കഴിഞ്ഞത് വചനം നന്നായി അറിയാവുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഈ കാലങ്ങളിലും ദൈവമക്കളെ, നീ സാമ്പത്തികമായി ക്ഷീണിച്ചിരിക്കുമ്പോൾ, നീ ശാരീരികമായി ക്ഷീണിച്ചിരിക്കുമ്പോൾ, മാനസികമായി തകർന്നിരിക്കുമ്പോൾ നിന്നെ കുടുക്കുവാൻ ജഡത്തിലൂടെ ആമേൻ കൺമോഹത്തിലൂടെ ജീവനത്തിന്റെ പ്രതാപത്തിലൂടെ ആമേൻ നീ കടന്നു പോകുമ്പോൾ നിന്നെ വലവിരിച്ച് കുരുക്കി വീഴ്ത്തുവാൻ ദുഷ്ടപിശാചൂടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ വചനം വായിച്ച് ഗ്രഹിച്ച് ആമേൻ അതിന്റെ ആഴങ്ങൾ മർമ്മങ്ങൾ മനസ്സിലാക്കി ജീവിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ.
ആമേൻ വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നോക്ക്. പിന്നെയും പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. നോക്കണേ, ഇവിടെ കിട്ടുന്നതിനെക്കാട്ടിലും അധികം അവിടെ പോയാൽ കിട്ടുമെന്ന് പറഞ്ഞ് വലിച്ചോണ്ടുപോയി നിന്നെ തകർത്ത് ആമേൻ തരിപ്പണമാക്കുവാൻ തന്ത്രം പ്രയോഗിക്കുന്ന ദുഷ്ടപിശാചുള്ള ലോകം. ഹല്ലേലൂയ. യേശു അവനോട്, സാത്താനേ എന്നെ വിട്ട് ആമേൻ പോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ കർത്താവിനെ ആരാധിക്കുവാൻ കൃപ ലഭിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ആമേൻ. ഞാനും നിങ്ങളും ആമേൻ ജയിക്കുമ്പോഴല്ല ഹല്ലേലൂയ അതെ സ്ഥാനക്കയറ്റം ആമേൻ ലഭിക്കുകയാണ്. മനസ്സിലായോ? ആമേൻ. കാട്ടിൽ കടന്ന ദാവീദ് വീട്ടിൽ വെച്ച് അഭിഷേകം പ്രാപിച്ച് ആമേൻ ഗോലിയാത്തിന്റെ മുമ്പിലുള്ള പരീക്ഷ അതെ ജയിച്ചു കഴിഞ്ഞപ്പോൾ അവന് സിംഹാസനത്തിൽ ഇരിക്കാനുള്ള അവസരം ആമേൻ സ്വർഗത്തിലെ ദൈവം കൊടുത്തത്. ഹല്ലേലൂയ. ദൈവവൈതലേ, നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ നിരവധി പരീക്ഷകൾ ഉണ്ടാകാം. യോസേഫിന്റെ ജീവിതത്തിൽ പരീക്ഷകൾ ഒന്നിനു പുറകെ കടന്നു വന്നപ്പോൾ ആ പരീക്ഷയ്ക്കകത്ത് അവൻ അകപ്പെട്ടു പോകാതെ മുൻപോട്ട് ഓടിപ്പോയത് കൊണ്ട് അവന് വേണ്ടി വെച്ച് ആ ഉയർച്ചയിൽ ആ പദവിയിൽ എത്തി അവൻ ദൈവം അവനെ മാനിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹിത, സഹോദര, കുഞ്ഞെ, സഹോദരി, അഭിഷക്തനെ പ്രലോഭനത്തിനകത്ത് അകപ്പെട്ടു പോകാതിരിക്കാൻ 1 പ്രാർത്ഥന, 2 ആരാധന, 3 ദൈവവചന ധ്യാനം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 13-ാം വാക്യം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതെ, പരാജയപ്പെടുമ്പോൾ അടുത്ത തവണ ജയിക്കാൻ കൃപ ലഭിക്കുന്നതിനുള്ള അവസരം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. ഹല്ലേലൂയ. ജ്ഞാനമുള്ളവരും ആമേൻ ദൈവവചനത്തിൽ ആമേൻ ആശ്രയിക്കുക. ഹല്ലേലൂയ. നിങ്ങളെപ്പോഴും എന്ത് ചെയ്യും? പരീക്ഷയിൽ ജയിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്താ ജ്ഞാനമുള്ളവര്? യഹോവാ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. ഹല്ലേലൂയ. അത് ജാഗ്രതയുള്ളവരായിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടച്ചാൽ കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ എത്ര പേർ സമർപ്പിക്കും? പരീക്ഷയിൽ അകപ്പെടാതെ, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ, ആമേൻ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ ഞങ്ങളെ സൂക്ഷിക്കണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് നൽകുന്ന ദൈവം ഇന്ന് രാത്രി കണ്ണുനീരും ദുഃഖവും ആമേൻ അതെ പരാജയവും മാത്രമാണ് ജീവിതത്തിലെങ്കിൽ, ആമേൻ അതെ വാടക വീട്ടിൽ കിടക്കുന്ന ആമേൻ വ്യക്തിയാകുന്നുവെങ്കിൽ, ആമേൻ സ്വന്തമായി ആമേൻ കടക്കാടമില്ല, സ്വന്തമായി ജോലിയില്ല, ആമേൻ അതെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ അതെ നിരാശ മാത്രമാണെങ്കിൽ ഇന്ന് രാത്രി അതിനകത്ത് നീക്കുപോക്ക് നൽകി ആമേൻ മുമ്പോട്ട് നയിപ്പാൻ ശക്തനായ ദൈവസന്നിധിയിൽ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ജാഗ്രതയോടെ ജ്ഞാനത്തോടെ ഈ ദുഷ്ടലോകത്ത് ഞങ്ങളെ പരീക്ഷയിലകപ്പെടും, ഞങ്ങളെ പ്രലോഭനത്തിലകപ്പെടും, ഞങ്ങളെ തകർക്കാൻ നോക്കുന്ന ദുഷ്ടപിശാചിന്റെ മുമ്പിൽ തകർന്നു പോകാതെ ജീവിക്കുവാൻ ഉതകുന്ന ജീവന്റെ വചനം ഗ്രഹിക്കുവാൻ, അത് വായിക്കുവാൻ, അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ ആവശ്യമായ ദൈവകൃപ ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ ചൊരിയണമേ. എന്റെ വഴിയിൽ വരുന്ന എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാനുള്ള അവിടുത്തെ കൃപ എന്റെ മേൽ, എന്റെ കൂടപ്പിറപ്പിന്റെ മേൽ, എന്റെ ജീവിത പങ്കാളിയുടെ മേൽ, എന്റെ തലമുറയുടെ മേൽ പകരണമേ എന്ന് ഇന്ന് രാത്രി എത്ര പേർ ദൈവസന്നിധിയിൽ പ്രാർത്ഥന. ഹല്ലേലൂയ. പ്രിയ പിതാവേ, ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുന്ന എല്ലാവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ദൈവം, പ്രലോഭനത്തിനകത്ത് അകപ്പെട്ട് കിടക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കണം. മദ്യപാനത്തിൽ നിന്ന്, വെറിക്കൂത്തിൽ നിന്ന്, ഹല്ലേലൂയ കൂട്ടുകെട്ടിൽ നിന്ന് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആമേൻ തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. ആമേൻ ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ അവരുടെ അകക്കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ആമേൻ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ ആമേൻ ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി ആമേൻ അവരുടെ നന്മയെ അപഹരിക്കുന്ന ദുഷ്ടന്റെ പോരുകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവേ, തലമുറകൾ ആമേൻ പുറത്തു വരാതെ അവരെ ആമേൻ നിരാശപ്പെടുത്തിയിരിക്കുന്ന ദുഷ്ട
ദുഷ്ടന്റെ പോരുകൾ യേശുവിന്റെ നാമത്തിൽ വഴിമാറി. യേശുവിന്റെ നാമത്തിൽ എല്ലാ തരം പ്രലോഭനങ്ങൾക്കും മീതെ ഉയരുവാനുള്ള ദൈവകൃപ ഇന്ന് രാത്രി ആമേൻ പ്രാപിക്കുവാൻ ഇടയാകട്ടെ. ദൈവിക സമാധാനം കൊണ്ട് നിറയട്ടെ, ദൈവിക സന്തോഷം കൊണ്ട് നിറയട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ആമേൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അങ്ങ് പകർന്നാട്ട്. ആമേൻ 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 ആമേൻ. ആരും തുറക്കാത്ത വാതിൽ ഇന്ന് രാത്രി ചിലരുടെ ജീവിതത്തിന് മുമ്പിൽ തുറന്നു വരട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവ് ചിലരുടെ മേൽ വീഴട്ടെ. ആമേൻ. ദൈവവചനം വായിക്കുമ്പോൾ ഉറക്കങ്ങളും മയക്കങ്ങളും കൊണ്ടുവന്ന് വായിക്കുവാൻ ആഗ്രഹമുണ്ടായി വായിക്കുവാൻ കഴിയാതെ നിരാശപ്പെടുത്തുന്ന പോരുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിട്ടുമാറട്ടെ. എടുക്കുന്ന തീരുമാനത്തിൽ അടിച്ചുറച്ച് നിൽക്കുവാൻ കഴിയാതെ തീരുമാനത്തിൽ നിന്ന് തെറ്റിപ്പിക്കുന്ന ദുഷ്ടന്റെ പോരുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആമേൻ ചില വ്യക്തികള്, ചില കുടുംബങ്ങള്, ആമേൻ ചില തലമുറകൾ വിട്ടുമാറണം. വിദ്യാഭ്യാസ മേഖലയിൽ, ജോലി മേഖലയിൽ, കുടുംബ ആമേൻ ജീവിതത്തിൽ ആമേൻ അതേ കൈപ്പും വിദ്വേഷവും സൃഷ്ടിച്ച് ആമേൻ ദൈവിക സമാധാനം നഷ്ടപ്പെടുത്തുന്ന ദുഷ്ടന്റെ പോരുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നീങ്ങിപ്പോകണം. ഈ ലോകം നൽകാത്ത സമാധാനം, ലോകം നൽകാത്ത സന്തോഷം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചെന്ന് പ്രാപിപ്പാനിടയാകും. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം അനേകരെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നവരുമായ യേശു കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി ജീവിക്കുവാൻ ഉലകത്തക്ക വിധത്തിൽ ഉയരത്തിൽ അഭിഷേകം ഇന്ന് രാത്രി അവൻ ചിലരുടെ മേൽ വീഴുന്നതിനായി മറുപ്പത്തിന്റെ മാളികമുറി മുഴങ്ങാൻ മടക്കുകളെ പകർന്ന ആത്മാവിന്റെ അഭിഷേകത്തിന്റെ പകർച്ച ഇന്ന് രാത്രി മുഴങ്ങാൻ മടക്കുന്ന വിശ്വസിക്കുന്ന കാത്തിരിക്കുന്നവരുടെ കളിക്കട്ടെ. മഹിമകന്റെ സാക്ഷിയായി ഭൂമിയുടെ അറ്റത്തോളം പോകുവാൻ അത് കരുത്തുള്ള മനുഷ്യനാക്കി മാറ്റുന്ന ഉയരത്തിൽ അഭിഷേകം വിശ്വസിക്കുന്നവരുടെ ഇന്ന് രാത്രി വീഴട്ടെ. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് വേണ്ടി എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, എൻ്റെ കുടുംബ ജീവിതത്തിന്, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി, എൻ്റെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട എല്ലാ വ്യക്തികളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥന. വിശേഷ സ്നേഹതീരം പ്രയർ ഫാമിലി ആമേൻ ഫേസ്ബുക്ക് ആമേൻ പേജിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലുമുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലുള്ള എല്ലാ ആമേൻ മെമ്പേഴ്സിനെയും ആമേൻ വിശേഷ ഈ ദിവസങ്ങളിൽ ആമേൻ ഈ ലൈവ് പ്രോഗ്രാമിൽ പങ്കാളിയാകുന്ന ആമേൻ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ആമേൻ കൈത്താങ്ങലാകുന്ന, ഷെയർ ചെയ്യുന്ന, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, കൈത്താങ്ങലായി മാറുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പുത്രനായ യേശുവിൻ നാമത്തിൽ താഴ്മയാകുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ ആമേൻ ആമേൻ. ഇന്ന് രാത്രിയുടെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യൂട്യൂബിൽ ഞങ്ങളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. സെർച്ച് ചെയ്യുക. ലോക രാജ്യങ്ങളിൽ അനേക അഭിഷിക്തന്മാർ നിരവധി വീഡിയോ ക്ലിപ്പ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ദൈവം ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കൊത്തവണ്ണം പാടുന്നതും പ്രസംഗിക്കുന്നതുമായ അനവധി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും. സന്തോഷമുള്ളവർ അത് ബെൽ ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ഷിജു ജോർജ് ശുഭരാത്രി.